നെയ്യാറ്റിൻകരയിൽ ജീവനൊടുക്കിയ വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. വായ്പ നൽകണമെങ്കിൽ തനിക്ക് വഴങ്ങണമെന്ന് പറഞ്ഞെന്നും രേഖകളുമായി വായ്പയ്ക്ക് ചെന്നപ്പോൾ കോൺഗ്രസ് നേതാവ് ജോസ് ഫ്രാങ്ക്ലിൻ കടന്നുപിടിച്ചെന്നും കുറിപ്പിൽ പറയുന്നു. മരണശേഷം കത്ത് ജോസിനെ കാണിച്ച് കടം വീട്ടാനുള്ള 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തണമെന്നും മകൻ എഴുതിയ കത്തിൽ അവർ വ്യക്തമാക്കുന്നു. നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ ജോസ് ഫ്രാങ്ക്ലിന് കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് കേസിനാസ്പദമായ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവരുന്നത്. കടുത്ത സാമ്പത്തിക ബാധ്യത നേരിട്ടിരുന്ന വീട്ടമ്മയെ വായ്പ തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഫ്രാങ്ക്ലിൻ തന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചതെന്ന് കത്തിൽ പറയുന്നു. തുടർന്ന് യുവതിയെ കടന്നു പിടിക്കുകയും സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയും ആരോപണ വിധേയന്റെ സ്വകാര്യ ഭാഗത്ത് കൈ പിടിച്ചു വെച്ചെന്നും കത്തിലുണ്ട്. വായ്പ നൽകണമെങ്കിൽ തനിക്ക് വഴങ്ങണമെന്നതായിരുന്നു ആവശ്യം. വിളിക്കുമ്പോഴെല്ലാം ചെല്ലണമെന്നും ആഴ്ചയിലൊരിക്കൽ എവിടെയെങ്കിലും വെച്ച് കാണണമെന്നും ഫ്രാങ്ക്ലിൻ ആവശ്യപ്പെട്ടതായും കത്തിൽ പറയുന്നു. എന്നാൽ ലോണിന്റെ കാര്യമായതുകൊണ്ട് തനിക്കൊന്നും മറുത്തു പറയാനായില്ലെന്നാണ് വെളിപ്പെടുത്തൽ. ഇങ്ങനെ വൃത്തികെട്ട് ജീവിക്കാനാകില്ലെന്ന് കത്തിൽ എഴുതി വെച്ചാണ് യുവതി ജീവനൊടുക്കിയത്. ഒപ്പം മരണശേഷം കത്ത് ജോസിനെ കാണിച്ച് കടം വീട്ടാനുള്ള 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തണമെന്നും മകൻ എഴുതിയ കത്തിൽ അവർ വ്യക്തമാക്കുന്നുണ്ട്. കടം വീട്ടാനുള്ളവരുടെ പണത്തിന്റെ കണക്കും എഴുതി വെച്ചാണ് വീട്ടമ്മ ആത്മഹത്യാക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ DCC നേതാവും നെയ്യാറ്റിൻകര കൗൺസിലറുമായ ജോസ് ഫ്രാങ്ക്ലിനെതിരെ പുറത്തുവന്ന കത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് CPM-ഉം BJP-യും ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.